രൂപയുടെ മൂല്യത്തിൽ വൻ തകർച്ച. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 94.27 ഇന്നിടിഞ്ഞത് 30 പൈസ. ചരിത്രത്തിൽ ആദ്യമായാണ് രൂപയുടെ മൂല്യം ഇത്രയും താഴേക്ക് പോകുന്നത്. ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. സെൻസെക്സ് 800 പോയിന്റും നിഫ്റ്റി 232 പോയിന്റും ഇടിഞ്ഞു. ധനസുമോദ് വീണ്ടും. സുമോദ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടിവുണ്ടാകുന്നത്? എന്താണ് കാരണം? സൈഫുദ്ദീൻ, ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയിട്ട് ആഴ്ചകളായെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു ഇടിവ്, ഈ ചരിത്രത്തിലുണ്ടാകാത്ത തരത്തിലുള്ള വലിയ ഇടിവ് ഇതുവരെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ രാമനവമിക്ക് ശേഷം ഇപ്പോൾ ഓഹരി മാർക്കറ്റ് തുറന്നപ്പോൾ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില ഇരട്ടിയോളം തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ക്രൂഡ് സംസ്കരിച്ച് ഇന്ധനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതിനും വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലെ ഒരു പ്രതിസന്ധി, അവിടെ കപ്പലുകൾ സഞ്ചരിക്കാത്ത രീതി, അതെല്ലാം കാരണം യുദ്ധമുണ്ടാകുന്നത് ഇറാനും പശ്ചിമേഷ്യ പ്രവിശ്യയിലും മാത്രമാണെങ്കിൽ പോലും ഇതിനെ ബാധിക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബാധ്യത മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഓഹരി വില തകർച്ച. സെൻസെക്സിലും നിഫ്റ്റിയിലും തകർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ രൂപ വില വലിയ തരത്തിലുള്ള വില ഇടിവ് ഉണ്ടായിരിക്കുന്നത്. ശരി സുമോദ്.